ഇമാജിൻ, രണ്ടാളുകളുണ്ട്. രണ്ടുപേരും രാവിലെ 6 മണിക്ക് അലാറം വയ്ക്കും. ആദ്യത്തെ ആൾ അലാറം അടിക്കുമ്പോൾ 4-5 പ്രാവശ്യം സ്നൂസ് ചെയ്യും. എന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് അപ്പം തന്നെ ഫോൺ എടുത്ത് കുറേ നേരം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ നേരം വൈകിട്ട് ഭയങ്കര ധൃതി പിടിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ജോലിക്ക് പോകും. രണ്ടാമത്തെ ആൾ അലാറം അടിക്കുമ്പോൾ അപ്പം തന്നെ എഴുന്നേൽക്കും. എന്നിട്ടൊരു 20 മിനിറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യും. അതിനൊരു പേർപ്പസോട് കൂടി ആ ദിവസം സ്റ്റാർട്ട് ചെയ്യും. ഇനി നിങ്ങൾ പറ, ഇതിലേത് ആൾക്കായിരിക്കും പ്രൊമോഷൻ കിട്ടുക, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ആൻഡ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുക? ഓബിയസ്ലി രണ്ടാമത്തെ ആളായിരിക്കും, അല്ലേ? സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലക്കോ ടാലൻറ്റോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമല്ല. അത് വിന്നേഴ്സ് ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആൻഡ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലൈഫിൽ വലിയ പൊസിഷനിൽ എത്താനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട 10 പ്രധാനപ്പെട്ട റൂൾസ് ആണ്. ടോപ്പ് 10 റൂൾസ് ഓഫ് വിന്നേഴ്സ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ നിങ്ങൾ എങ്ങനെയാണോ ലൈഫിൽ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു, സെയിം റുട്ടീൻ, ചെയ്ത മിസ്റ്റേക്സ് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു, ലൈഫിലൊരു ഗ്രോത്ത് ഇല്ല, നിങ്ങളിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലാണെങ്കിൽ ദെൻ മീ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ബിക്കോസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യും. ഇത് കുറേ മോട്ടിവേഷണൽ കോട്ട്സോ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് അഡ്വൈസ് ഒന്നുമല്ല. ഇത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആൻഡ് എൻറ്റയർ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും കിട്ടും. സോ ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ ടു ഇറ്റ്. റൂൾ നമ്പർ 1, ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവനായിട്ട് 100% നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കുക. യെസ്, മിക്ക ആൾക്കാരും എന്ത് ചെയ്യുന്നറിയോ, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പാസ്റ്റ് ഇങ്ങനെയായിരുന്നു, എൻ്റെ ബോസ് ഇങ്ങനെയാണ്, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും മറ്റുള്ളവരെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴൊക്കെ എക്സ്ക്യൂസസ് പറയുന്നോ അപ്പോഴൊക്കെ ചേഞ്ച് കൊണ്ടുവരാനായിട്ടുള്ള പവർ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾക്ക് ലൈഫിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല ഫുൾ ടൈം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ. വിന്നേഴ്സ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളൊന്നും അവരുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതാവില്ല, അവരുടെ ഫോൾട്ട് ആവില്ല. പക്ഷേ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് ആക്ഷൻ നമ്മൾ എടുക്കുന്നു, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മോശമായിരുന്നോ? ഓക്കെ, അത് നിങ്ങളുടെ തെറ്റല്ല. പക്ഷേ അതിൽ നിന്ന് ഹീൽ ചെയ്യേണ്ടത്, അതിൽ നിന്ന് പുറത്ത് വരേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ലേ? ഓക്കെ, ദാറ്റ്സ് ഡിസപ്പോയിൻറ്റിങ്. ബട്ട് നെക്സ്റ്റ് അവസരത്തിനായിട്ട് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ റൈറ്റ് നൗ നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു ഏരിയനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ആലോചിച്ച് നോക്ക്, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. വേറെ ഒന്നിനല്ല, അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്പർ 2, മാസ്റ്റർ യുവർ മോർണിംഗ് റൂട്ടീൻ. രണ്ടാമത്തെ റൂള് നല്ലൊരു പവർഫുൾ മോർണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്നതാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളുടെ ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. സോ വിന്നേഴ്സിന് എപ്പോഴും ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോർണിംഗ് റൂട്ടീൻ ഉണ്ടാവും. അതിൽ എക്സസൈസ് ഉണ്ടാവാം, മെഡിറ്റേഷൻ ഉണ്ടാവാം, റീഡിംഗ് ഉണ്ടാവാം, ജേർണലിംഗ് ഉണ്ടാവാം, അന്നത്തെ ദിവസത്തെ പ്ലാനിങ് ഉണ്ടാവാം. ആൻഡ് അത് നിങ്ങളുടെ ഗോൾസ് അനുസരിച്ചിരിക്കും. ആൻഡ് അവരത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഒരു സ്ട്രോങ് മോർണിംഗ് റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ വിൻ ചെയ്യാണ്, ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മൊമെൻറ്റം ബിൽഡാവും. സോ ആ ഫുൾ ഡേ നിങ്ങൾക്ക് എനർജറ്റിക് ആവാനും പറ്റും. എനർജീനെ പറ്റി പറഞ്ഞപ്പോഴാണ് 7ാമത്തെ പോയിന്റിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പെർഫോമൻസ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ബട്ട് അതിന് മുന്നേ ബാക്കി റൂൾസ് നോക്കാം. റൂൾ നമ്പർ 3, എംബ്രേസ് ഡിസ്കംഫോർട്ട് ആസ് യുവർ ടീച്ചർ. 3ാമത്തെ റൂൾ എന്ന് പറയുന്നത് ലൈഫിൽ ഡിസ്കംഫോർട്ട് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഓടി മറയാൻ നിൽക്കരുത്, പകരം അത് ഫേസ് ചെയ്യുക. മിക്ക ആളുകൾക്കും ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാനാണ് ഇഷ്ടം. അവരെപ്പോഴും ഈസി ആയിട്ടുള്ള വഴികളാവും നോക്കുക. ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നൈസായിട്ട് അവോയ്ഡ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളൊന്നും നേടുന്നില്ല. സോ വിന്നേഴ്സ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവർക്കറിയാം അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടണമെങ്കിൽ ദെൻ ആദ്യം ഈ ഡിസ്കംഫോർട്ടബിൾ ആയിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന്. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണോ എങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള കോൺവെർസേഷൻസ് വേണ്ടി വരും. ഒരു നല്ല കരിയർ വേണോ എങ്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണോ എങ്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന വർക്കൗട്ട് ഫോളോ ചെയ്യുക. ഡിസ്കംഫോർട്ട് നിങ്ങളുടെ ശത്രുവല്ല, മറിച്ച് അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്രെയിനർ പോലെയാണ്.
ഓരോ തവണ നിങ്ങൾ ഡിസ്കംഫോർട്ടിലൂടെ പുഷ് ചെയ്യുമ്പോഴും നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് വലിയ ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആവാണ്, നിങ്ങൾ സ്ട്രോങ് ആവാണ്. പക്ഷേ ഇവിടെ പല ആളുകൾക്കും ഡിസ്കംഫോർട്ടിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവരുടെ വിചാരം നല്ല വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളെ സ്വയം പുഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. വിച്ച് ബ്രിങ്സ് മീ ടു റൂൾ നമ്പർ 4, ഡെവലപ്പ് സിസ്റ്റംസ് നോട്ട് ജസ്റ്റ് ഗോൾസ്. അതായത് ലക്ഷ്യങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, അത് നേടിയെടുക്കാനുള്ള ഒരു സിസ്റ്റം കൂടി വേണം. ലക്ഷ്യങ്ങൾ നമുക്കൊരു ഡയറക്ഷൻ തരും, ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു തരും. ബട്ട് ശരിക്കും നമ്മളെ അവിടെ എത്തിക്കുന്നത് നമ്മുടെ സിസ്റ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് 5 കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ആഴ്ചയിൽ 4 ദിവസം ജിമ്മിൽ പോകണം, ഡെയിലി കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം എന്നതാണ്. ഒരു ബുക്ക് വായിച്ചു തീർക്കുക എന്നതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഡെയിലി 10 പേജ് വായിക്കുക എന്നതാണ് സിസ്റ്റം. സോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക ആൻഡ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ദെൻ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യും. സോ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. റൂൾ നമ്പർ 5, ഇൻവെസ്റ്റ് ഇൻ റിലേഷൻഷിപ്സ് നോട്ട് ജസ്റ്റ് റിസൾട്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറേ ആളുകൾ വിചാരിക്കും സക്സസ് എന്ന് പറയുന്നത് ഒരു സോളോ ജേണിയാണ്, ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് എന്ന്. ബട്ട് വിന്നേഴ്സിനറിയാം അതൊരു ടീം സ്പോർട്ടാണ് എന്ന്. നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്ന ഓരോ അവസരങ്ങളും ഓരോ ആളുകളിലൂടെ ആയിരിക്കും, ത്രൂ പീപ്പിൾ. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്സിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഐഡിയ, നിങ്ങളുടെ ടഫായിട്ടുള്ള സമയങ്ങളിൽ കിട്ടുന്ന സപ്പോർട്ട്, ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്സിലൂടെ കിട്ടുന്നതാണ് അല്ലേ. ബട്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഫേക്ക് ആവണം അല്ലെങ്കിൽ ആളുകളെ യൂസ് ചെയ്യണം അങ്ങനെയല്ല പറഞ്ഞേ. അതായത് ജെനുവിനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുക, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്കും വാല്യൂ ആഡ് ചെയ്യുക ആൻഡ് നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരെ വിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നിങ്ങളെയും ഹെൽപ്പ് ചെയ്യും. സോ സ്റ്റാർട്ട് വിത്ത് യുവർ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്സ്. ഇപ്പോഴുള്ള റിലേഷൻഷിപ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുക ആൻഡ് ദെൻ ഗ്രാജ്വലി നിങ്ങളുടെ നെറ്റ്വർക്ക് വളർത്തിയെടുക്കുക ജെനുവിനായിട്ട്. റൂൾ നമ്പർ 6, ഫെയിൽ ഫാസ്റ്റ് ആൻഡ് ലേൺ ഫാസ്റ്റർ. ഫാസ്റ്റായിട്ട് ഫെയിൽ ആവുക, ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുക. വിന്നേഴ്സിന് എപ്പോഴും തോൽവികളോട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. മറ്റുള്ള ആളുകളൊക്കെ തോൽക്കും എന്ന് പേടിച്ച് തോൽവിയെ അവോയ്ഡ് ചെയ്യും. ബട്ട് വിന്നേഴ്സ് എപ്പോഴും ഫെയിലിയേഴ്സിനെ ഒരു ഡാറ്റ ആയിട്ടാണ് എടുക്കുക. അവർ പലതവണ ഫെയിലാവും, ബട്ട് ഓരോ തവണ ഫെയിലാവുമ്പോഴും അവരതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണ്ടൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഫെയിലിയർ എന്ന് പറയുന്നത് സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല, അത് ആക്ച്വലി ഒരു സക്സസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഓരോ തവണ ഫെയിലാവുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സൊല്യൂഷൻസിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വർക്കാവും, ഏത് പാത്തിൽ പോയി കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ബട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻ്റ് ആയിട്ട് ഫെയിലാവുക, റിസ്കുകൾ എടുക്കുക, ബട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്സ് എടുക്കുക. അതേപോലെ ഓരോ തവണ ഫെയിലാവുമ്പോഴും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക ആൻഡ് ദെൻ അതിനനുസരിച്ച് നിങ്ങളുടെ അപ്രോച്ചിൽ ഡിഫറൻസ് കൊണ്ടുവരിക. സെയിം മിസ്റ്റേക്ക് തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നതിൽ വലിയ കാര്യമല്ല, വലിയ അർത്ഥമല്ല. ആൻഡ് പുതിയ മിസ്റ്റേക്സ് വരുത്താൻ പേടിക്കുകയും ചെയ്യരുത്. റൂൾ നമ്പർ 7, ട്രീറ്റ് യുവർ ബോഡി ലൈക്ക് എ ഹൈ പെർഫോമൻസ് മെഷീൻ. നിങ്ങളുടെ ശരീരത്തെ ഒരു ഹൈ പെർഫോമൻസ് മെഷീനായിട്ട് ട്രീറ്റ് ചെയ്യാം. ബിക്കോസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കുറേ ഗോൾസ് ഉണ്ടാവും, അതിന് വേണ്ട സിസ്റ്റംസ് ഉണ്ടാവും, നല്ലൊരു മൈൻഡ് സെറ്റും ഉണ്ടാവും. ബട്ട് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ. സോ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അതായത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എക്സെട്ര. നിങ്ങളുടെ ബോഡി സ്ട്രോങ് ആയാൽ നിങ്ങളുടെ മൈൻഡും സ്ട്രോങ് ആവും, എനർജി കൂടും ആൻഡ് പ്രൊഡക്ടിവിറ്റിയും കൂടും. വെൻ യു ലുക്ക് ഗുഡ് യു ഫീൽ ഗുഡ് എന്ന് വെച്ച് നിങ്ങളൊരു ഫിറ്റ്നസ് മോഡലിനെ പോലെ ആവണം എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ ബോഡിയെ റെസ്പെക്റ്റ് ചെയ്യുക, കെയർ ചെയ്യുക. നിങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ ഹെൽത്തി ചോയ്സിനോടും നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് താങ്ക് യു പറയും. ഇനി നെക്സ്റ്റ് റൂള് ഇതിനെല്ലാം ഒരുമിച്ച് ടൈ ചെയ്യുന്നതാണ്. റൂൾ നമ്പർ 8, കൾട്ടിവേറ്റ് റിലൻലെസ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആവുക, ബിക്കോസ് കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇൻറ്റൻസിറ്റി എവറി സിംഗിൾ ടൈം. മിക്ക ആളുകളും ഉണ്ടല്ലോ ഒറ്റൊരാഴ്ച കൊണ്ട് അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും, ബട്ട് അത് ഫെയിലാവും ആൻഡ് അവർ വീണ്ടും ആ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകും. ബട്ട് വിന്നേഴ്സിനറിയാം ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്താൽ ദെൻ അത് കോമ്പൗണ്ട് ചെയ്ത് വലിയ റിസൾട്ട് കൊണ്ടുവരും എന്ന്. ഡെയിലി 10 പേജ് വായിക്കുക എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് തോന്നാം, ബട്ട് ഒരു വർഷം ആകുമ്പോഴേക്കും അത് 3650 പേജസ് ആവും, അറൗണ്ട് 12 ബുക്സ്. ഡെയിലി 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ചെറുതാവും, ബട്ട് ഒരു വർഷം അത് 182 മണിക്കൂറാണ്. സോ ഒറ്റൊരു പ്രാവശ്യം ചെയ്യുന്നതിലല്ല, റിപ്പീറ്റായിട്ട് ചെയ്യുന്നതിലാണ് കാര്യം.
കൺസിസ്റ്റൻസിയാണ് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. സോ ഫ്രണ്ട്സ്, ഇനി വരുന്ന 30 ദിവസം നിങ്ങൾ ഡെയിലി ചെയ്യാൻ കമ്മിറ്റ് ആവുന്ന ഒരു കാര്യം എന്താണ്? കമൻറ്റ് ചെയ്യുക. റൂൾ നമ്പർ 9, നെവർ സ്റ്റോപ്പ് ലേണിംഗ്. പഠനം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എപ്പോൾ നിങ്ങൾ പഠനം സ്റ്റോപ്പ് ചെയ്യുന്നോ അപ്പോൾ നിങ്ങളുടെ വളർച്ച നിൽക്കും. വിന്നേഴ്സ് എപ്പോഴും ലൈഫ് ലോങ് ലേണേഴ്സാണ്. അവർ ബുക്സ് വായിക്കും, പോഡ്കാസ്റ്റ് കേൾക്കും, സെമിനാർസ് അറ്റൻഡ് ചെയ്യും, മെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കും ആൻഡ് കോൺസ്റ്റൻ്റ്ലി പുതിയ സ്കിൽസ് ആൻഡ് നോളജ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കറിയാം ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ദെൻ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനോട് അഡാപ്റ്റ് ആവാനും സാധിക്കണം എന്ന്. ബട്ട് ഹിയർ ഈസ് ദ കീ. ഇൻഫോർമേഷൻ നിങ്ങൾ ജസ്റ്റ് കൺസ്യൂം ചെയ്താൽ മാത്രം പോരാ, അത് അപ്ലൈ ചെയ്യുക കൂടി വേണം. നോളജ് വിതൗട്ട് ആക്ഷൻ ഈസ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. സോ വിന്നേഴ്സിന് എപ്പോഴും കറക്റ്റ് ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. സോ ഡെയിലി 30 മിനിറ്റ്സ് എന്തെങ്കിലും പുതിയത് പഠിക്കാനായിട്ട് മാറ്റിവെക്കാം. അതിപ്പോൾ നിങ്ങളുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്കില്ലാവാം, പേഴ്സണൽ ഇൻട്രസ്റ്റ് ആവാം, ജനറൽ നോളജ് ആവാം. കീപ് ഫീഡിങ് യുവർ മൈൻഡ്. നിങ്ങളുടെ ഇൻകം, റിലേഷൻഷിപ്പ്, ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം നിങ്ങൾ വളരുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. റൂൾ നമ്പർ 10, ഡിസൈൻ യുവർ എൻവയോൺമെൻറ്റ് ഫോർ സക്സസ്. സോ ഫൈനൽ റൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളുടെ സക്സസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യുക എന്നതാണ്. ബിക്കോസ് നിങ്ങളുടെ വിൽ പവറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ എൻവയോൺമെൻറ്റിനാണ്. വിന്നേഴ്സ് എന്ത് ചെയ്യുന്നറിയോ? സക്സസ് ഈസി ആക്കാനും ഫെയിലിയർ ഹാർഡ് ആക്കാനുമുള്ള രീതിയിൽ അവരുടെ എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആവണം എന്ന് വിചാരിക്കുക, ദെൻ നിങ്ങളുടെ കിച്ചണിൽ എന്ത് ചെയ്യുക? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കീപ്പ് ചെയ്യുക ആൻഡ് ജങ്ക് ഫുഡ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ബുക്സ് വായിക്കണോ എങ്കിൽ കൂടുതൽ സ്ഥലത്ത് ബുക്സ് വയ്ക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കണോ എങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഡിജിറ്റൽ എൻവയോൺമെൻറ്റ് ഇതെല്ലാം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല എൻവയോൺമെൻറ്റ് ആണെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സക്സസ്ഫുൾ ആവും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ടോപ്പ് 10 റൂൾസ് ഓഫ് വിന്നേഴ്സ്. ഇതിലേത് റൂളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അത് അപ്ലൈ ചെയ്യുക കൂടി ചെയ്യാം. ഓക്കെ, അപ്പോഴേ കാര്യം ഉണ്ടാവുള്ളൂ. സോ ദാറ്റ്സ് ഓഫ് ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.